बदर पैदा कर फरिश्ते तेरी नुसरत को उतर सकते हैं गर्दून से ഖത്താർ അന്തർ ഖത്താർ റബ്ബി. അല്ലാഹുവിന്റെ മാലാഖമാർ സഫ് സഫായി ഇറങ്ങി വന്ന ലോകമാണ് ബദറിന്റെ ലോകം. ബദറിലേക്കാണ് മലക്കുകൾ സഫ് സഫായി ഇറങ്ങി വന്നത്. എവിടേക്കാ പോണത്? മലക്കുകൾ ഇറങ്ങുന്ന ലോകം. അല്ലാഹുവിന്റെ മാലാഖമാർ ഈമാനുള്ള മുഅ്മിനീങ്ങളെ സഹായിക്കാൻ ബദറിലേക്ക് ഇറങ്ങി വന്നു. ഖത്താർ അന്തർ ഖത്താർ റബ്ബി. ഇപ്പോഴും ആ മാലാഖമാർ ഇറങ്ങാൻ ഇടയുണ്ട് എന്ന് അല്ലാമ ഇഖ്ബാലിന്റെ വാക്കുകളിൽ ഈമാൻ ഒരുക്കി വെച്ചാൽ ഈമാനിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ കൂടെ മലക്കുകൾ ഉണ്ടാകും. പരിശുദ്ധമായ ബദറിലേക്കാണ് സഅദ് ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു പോകുന്നത്. നറുക്ക് വീണത് സഅദ് എന്നവർക്കാണ്. യാ ബുനയ്യ ആതിർനി ബിഹാദാ. ഈ യുദ്ധത്തിലേക്ക് വാപ്പ പോട്ടെ മോനെ അടുത്തു വരാനുള്ള വല്ല അവസരവും കിട്ടുമല്ലോ. വാപ്പാക്ക് പ്രായമായില്ലേ, വാപ്പ പോട്ടെ, വീട്ടുകാരെ നിന്നെ ഏൽപ്പിക്കട്ടെ മോനെ, നമ്മൾ രണ്ടുപേരും പോയാൽ ഇവരാരാണ് നോക്കാനുണ്ടാവുക, അതുകൊണ്ട് വാപ്പ പോകട്ടെ. മോൻ പറഞ്ഞു ഉപ്പാ പോവാൻ പറ്റില്ല, നമുക്ക് നറുക്കിടാം, എനിക്ക് പോണം, ഇത് സ്വർഗമാണ് ഉപ്പാ, എനിക്ക് പോവണം. നറുക്കിട്ടു. ആര് പോണെന്ന്? വിസ വന്ന് ഗൾഫിക്ക് ഒരാൾക്കേ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ പോക്കല്ലത്. അത് ഞാൻ പോയിക്കോളാം, ഞാൻ അതല്ല, മരണത്തിലേക്ക് സ്വർഗത്തിലേക്ക് പോവാണ്, ഷഹാദത്ത് വരിക്കാൻ പോവാണ്. വാപ്പ പറഞ്ഞു മോനെ സഅദേ എന്നെ വിളിക്കും മോനെ. മോൻ പോവല്ല, അത് വാപ്പാക്കുതാ, വാപ്പ പോകട്ടെ. യാ അബതി ഉപ്പാ ലൗലൽ ജന്ന ലആഥറതുക ബി. ഉപ്പാ ഇത് സ്വർഗത്തിന്റെ സ്വർഗമല്ലായിരുന്നുവെങ്കിൽ ഉപ്പാ ഞാൻ ഉപ്പാനെ വിട്ടേനെ, പക്ഷേ സ്വർഗമല്ലേ. ലാ ഊസിറു ബിഹാ അഹദാ, ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് വാപ്പയോട് പറഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹു ബദറിലേക്ക് ചെന്ന് ഷഹീദായ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു ഖൈസമ. വാപ്പാക്ക് അവസരം ലഭിക്കുന്നു. ഉഹദ് വന്നപ്പോ ബദറിലേക്ക് പോകണമെന്ന് കൊതിച്ചു. ബദർ അല്ലാഹു തആല പ്രത്യേകമായ സഹായം ഇറക്കി വിജയിപ്പിച്ച യുദ്ധമാണ്. ബദറിലേക്ക് പോകുമ്പോഴാണ് ഉപ്പാ ലൗലൽ ജന്ന, ഇത് സ്വർഗത്തിന്റെ വിഷയമാണ് ഉപ്പാ, അല്ലെങ്കിൽ ഞാൻ ഉപ്പാനെ വിട്ടേനെ, ഇത് വിട്ടുതരില്ല, എനിക്ക് വേണം, ഇത് സ്വർഗമാണ്, സ്വർഗത്തിന്റെ വിഷയമാണ്. ഉഹദ് വന്നപ്പോഴാണ് ഖൈസം റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് പോയി ഷഹീദായ സ്വഹാബിയാണ് ഖൈസം റളിയല്ലാഹു അൻഹു. കാലിന് മുടന്തുള്ള സ്വഹാബി അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു നബിയേ, യാ റസൂലല്ലാഹ്, നബിയേ കൊതിച്ചു പോകുന്നു നബിയേ, അൻ അദ്ഖുലൽ ജന്ന അൻ അളഅ ബിഖദമി ബിഅർജതി ഹാദിഹി അൽ ജന്ന. സ്വർഗ്ഗത്തിലേക്ക് എന്റെ മുടന്തം കാലുകൊണ്ട് തന്നെ ഒന്ന് ചവിട്ടണമെന്ന ആഗ്രഹമുണ്ട് നബിയേ. വേച്ച് നടക്കുന്ന, ശരിക്കും നിവർന്ന് നടക്കാൻ കഴിയുമായിരുന്നില്ലാത്ത മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അല്ലാഹു തആല ഇളവ് കൊടുത്തിട്ടുണ്ട്. യുദ്ധനിർബന്ധമില്ല, എന്നാലും വേണം, എനിക്കൊന്ന് വരണമെന്ന്, ഷഹീദാവണമെന്ന് കൊതിച്ചു വന്ന് സ്വർഗം വാങ്ങിയ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു നെറ്റിയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ടല്ലേ കിടന്നത്, നെറ്റിയിൽ കൈവച്ചുകൊണ്ടാ കിടന്നത്. വഫാത്താകുന്ന സമയത്ത് അങ്ങനെയാണ്, പിന്നെ മറവ് ചെയ്തത് അങ്ങനെയാണ്, കഫൻ ചെയ്തത് അങ്ങനെയാണ്. 40 കൊല്ലം കഴിഞ്ഞ് ഉഹദിന്റെ മലയിൽ മഴവെള്ളം വന്ന് ഖബർ പുറത്തായപ്പോഴും അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ അങ്ങനെ തന്നെ കണ്ടുവല്ലോ. ശുദ്ധമായ ഹദീസിന്റെ ചരിത്ര അസറുകളുടെ കിതാബുകളിൽ കാണാൻ കഴിയും. അങ്ങനെ തന്നെ 40 കൊല്ലം കഴിഞ്ഞപ്പോഴും കഫൻ പുട പോലും നീങ്ങിപ്പോയിട്ടില്ല, കൈ അങ്ങനെ തന്നെയുണ്ട്. ആ കൈയൊന്ന് നിവർത്തി നോക്കാൻ പറ്റുമോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കി ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. കാരണം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയും അംർ ഇബ്നു ജമൂഹ് എന്നവരും ഒരു ഖബറിലാണെന്ന് കടന്നത്. രണ്ടുപേരും ഉഹദിന്റെ ശുഹദാക്കളാണ്. 40 കൊല്ലം കഴിഞ്ഞ് ആ സ്വഹാബിയുടെ കൈ ഞാനൊന്ന് നിവർത്താൻ നോക്കുമ്പോൾ ആ നെറ്റിയിൽ, മുറിവ് തട്ടിയ നെറ്റിയിൽ കൈവച്ച് കിടന്ന കിടപ്പായിരുന്നവത് കൈയെടുത്തപ്പോഴേക്കും, കൈ വലിച്ചപ്പോഴേക്കും ആ നെറ്റിയിൽ നിന്ന് ചോര പൊടിഞ്ഞത് ഞാൻ കണ്ടു എന്ന് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. لا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അള്ളാഹുവിന്റെ വഴിയിൽ ഷഹീദാകുന്നവർ സ്വർഗപ്രവേശം ലഭിക്കുന്ന മഹത്തുക്കളാണ്. അള്ളാഹുവിന്റെ അടുത്ത് അവർ ജീവിച്ചിരിക്കുന്നവരാണ്, മരിച്ചവരെന്ന് വിചാരിക്കല്ലേ. ആരാണത്? കാലിന് മുടന്തുണ്ടായിട്ട് പോവേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടും ഓടിച്ചെന്നു പോയ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. ഉമൈർ റളിയല്ലാഹു അൻഹു അല്ലയോ കയ്യിൽ കാരക്ക് പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ഖൂമൂ ഇലാ ജന്ന അർളുഹാ കഅർളി السماء
വൽ അർദ്, ആകാശഭൂമികളെക്കാളും വിശാലമായ സ്വർഗത്തിലേക്ക് വരുന്നുണ്ടോ? നബി തങ്ങൾ വിളിച്ചു. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം. സ്വർഗത്തിന്റെ നീളം അവിടെ പറഞ്ഞില്ല, എന്നാ വീതിയെ പറഞ്ഞിട്ടുള്ളൂ. ആകാശഭൂമികളെക്കാളും വിശാലമാണ്. വീതി അത്രയാ, പിന്നെ നീളം പറയണോ? സുബ്ഹാനല്ലാഹ്. ആ സ്വർഗത്തിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചപ്പോഴല്ലേ കയ്യിൽ കിടന്ന ഏതാനും കാരക്കയിലേക്ക് നോക്കിയിട്ട്, പടച്ചവനെ, ഈ കാരക്ക തിന്നു തീർക്കാൻ മാത്രം 2 മിനിറ്റ് ഞാൻ എടുത്താൽ തന്നെ എന്റെ സ്വർഗത്തിലേക്ക് എത്താൻ 2 മിനിറ്റ് ഞാൻ ലേറ്റാകുമല്ലോ. വേണ്ട, ഫറമാഹ ഇന്നഹാ ലഹയാത്തുൻ തവീല. കാരക്ക തിന്ന് ഒരൽപ്പം എനർജൈസ് ചെയ്യാൻ ഒരൽപ്പം ഭക്ഷണം വേണ്ട, ഇതുപോലും തിന്നാൻ എനിക്ക് ലേറ്റ് ആയിക്കൂടാ, ഞാൻ വേഗം പോകട്ടെ എന്ന് പറഞ്ഞ് യുദ്ധത്തിലേക്ക് എടുത്തു ചാടി ഉമൈർ റളിയല്ലാഹു തആല അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കസിൻ ജഅഫർ റളിയല്ലാഹു അൻഹു, യാ ജഅഫർ വഷ്ബഹത ഖൽഖി വഖുലുഖി. ജഅഫറേ, എന്റെ ശരീരത്തിന്റെ രൂപവും എന്റെ സ്വഭാവ ഗുണങ്ങളും നിങ്ങളിലുണ്ട്, ഞാനത് കാണുന്നു. എന്റെ സ്വഭാവവും എന്റെ ശരീരരൂപവും ജഅഫറേ നിങ്ങൾക്കുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുഅ്തയിൽ ഷഹീദായ വിവരം അല്ലാഹുവിന്റെ ഹബീബ് കേൾക്കുന്നു. ഹബീബായ തങ്ങൾ മദീന മിമ്പറിൽ കയറിയിട്ട് പറയുന്നു, സുഹാബ, മുഅ്തയിൽ എന്റെ പ്രിയപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു റവാഹ ഷഹീദായി. മുഅ്തയിൽ മഹാനായ സ്വഹാബി ജഅഫർ ഇബ്നു അബീ ത്വാലിബ് എന്നവരും ഷഹീദായിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ മുഅ്തയുടെ യുദ്ധത്തിന്റെ കഥ വിവരിക്കുന്നു. നേരെ പോകുന്നു ജഅഫർ എന്നവരുടെ വീട്ടിലേക്ക്. കൊച്ചുമക്കളുണ്ട്, കൽഫിറാഹ്, പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെയെന്നാ ഹദീസിൽ കാണാം. ചെറിയ കൊച്ചുമക്കൾ, പറക്കമുറ്റാത്ത മക്കൾ എന്ന് പറയില്ലേ, കൊച്ചുമക്കൾ. ആ മക്കൾ വാപ്പയുടെ മുഖം റസൂലുള്ളാഹിന്റെ മുഖമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയുടെ സ്വഭാവം റസൂലുള്ളാഹിന്റെ സ്വഭാവമാണെന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞതാണ്. ഹബീബായ തങ്ങൾ വരുമ്പോ മഹദി അസ്മാഉ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ, ജഅഫർ എന്നവരുടെ പ്രിയപ്പെട്ട ഭാര്യ അവിടെയുണ്ട്. മക്കളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് വാതിൽ തുറക്കാൻ വേണ്ടി പറഞ്ഞു, അസ്മാ, ജഅഫറിന്റെ മക്കൾ എവിടെ എന്ന് ചോദിച്ചപ്പോ ആ കൊച്ചുമക്കളെ ശരിക്കും മുടിയെല്ലാം വാർന്നു കൊടുത്ത് ബാപ്പയെ കാണാൻ വേണ്ടി വിട്ടപ്പോൾ ആ കൊച്ചുമക്കൾ വന്നിരിക്കുന്നത് സ്വന്തം ഉപ്പ ജഅഫർ തങ്ങളാണെന്ന് വിചാരിച്ച് ഹബീബിന്റെ ദേഹത്തേക്ക് കയറിപ്പറ്റിയ നേരം വിധങ്ങളാ തലയിലിങ്ങനെ തലോടിങ്ങനെ കണ്ണെന്ന് കണ്ണുനീര് വന്നപ്പോ അസ്മാ ബീവി ചോദിച്ചു, നബിയേ, വല്ല വിവരവുമുണ്ടോ ജഅഫറിനെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ? അല്ലാഹുവിൽ നിന്ന് കൂലി പരീക്ഷിക്കണമേ. ജഅഫർ എന്നവരുടെ 2 കൈയും മുറിക്കപ്പെടുകയാണ് ഉണ്ടായത്, 2 കാലും മുറിക്കപ്പെട്ടിട്ടുണ്ട്. ജഅഫർ എന്നവരുടെ 2 കൈകൾ മുറിക്കപ്പെട്ടപ്പോ ആ മുറികൾക്ക് പകരം, മുറിഞ്ഞുപോയ കൈകൾക്ക് പകരം അല്ലാഹു പറക്കാൻ 2 ചിറകുകൾ നൽകിയതും ആ ചിറകുകളിൽ രക്തത്തിന്റെ കറയുണ്ട്. ആ ചിറക് കൊണ്ട് ജഅഫർ എന്നവർ സ്വർഗത്തിൽ പറക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. എത്ര പേരാണ് സ്വർഗം കണ്ടുപോയത് ഇവിടുന്ന്? എത്ര പേരാണ് സ്വർഗം കൊതിച്ചുപോയത്, ആഗ്രഹിച്ചു കൊണ്ടുപോയത്? എത്ര പേരാണ്? നഫീസത്തുൽ മിസ്രിയ, നഫീസ ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹ വഫാത്താകാൻ കിടക്കുമ്പോ, നോമ്പ് നോറ്റ് കിടക്കുമ്പോ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നപ്പോഴാണ് മഹദി പറഞ്ഞത്, വേണ്ട 30 വർഷമായി ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ അദ്രിക്കിനിൽ മൗത്ത് വഅന സ്വായിമ, ഞാൻ നോമ്പെടുത്തിട്ട് വേണം എനിക്ക് മരിക്കുമ്പോ നോമ്പ് വേണം, മരിക്കാൻ കിടക്കുമ്പോ നോമ്പ് വേണം, അതുകൊണ്ട് നോമ്പ് മുറിക്കില്ല എന്ന് സൂര്യാസ്തമയത്തിന്റെ വഫാത്താകുമ്പോ നഫീസ റളിയല്ലാഹു തആല അൻഹ ശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതിയിട്ടാണ് മരിക്കുന്നത്. കുല്ലിമൻ മാ ഫിസ്സമാവാതി വൽ അർദ്, കുല്ലിമൻ മാ ഫിസ്സമാവാതി വൽ അർദ് ഖുല്ലില്ലാഹ് كتب على نفسه الرحمة. قل لمن ما في السماوات وما في الأرض. പറയണേ നബിയെ, ചോദിക്കൂ നബിയെ, ആർക്കുള്ളതാണ് സ്വർഗലോകം, ആർക്കുള്ളതാണ് ഈ ഭൂമിലോകം, ആരുടേതാണ് പ്രപഞ്ചം, ആരുടേതാണ് ഭൂമി, ആരുടേതാണ് നക്ഷത്രം, ആരുടേതാണ് സൂര്യൻ, ആരുടേതാണ് ചന്ദ്രൻ? ചോദിക്കൂ നബിയെ, മറുപടി കൊടുക്കണം. ഇത് അല്ലാഹുവിനുള്ളതല്ലോ, ഇത് അല്ലാഹുവിനുള്ളതല്ലോ, ഇത് അല്ലാഹുവിന്റേതാണ്.
കതബ അലാ നഫ്സിഹി റഹ്മ, അല്ലാഹു സ്വന്തം നഫ്സിന്, സ്വന്തം ദാത്തിന് അല്ലാഹു കാരുണ്യം നിർബന്ധമാക്കിയവനാണ്. അല്ലാഹു കരുണാമയനല്ലയോ, അവൻ കരുണ ചെയ്യുമെന്ന് ഉറപ്പു പറഞ്ഞവനാണ്. പിന്നെ ഒരു ശബ്ദം മരണത്തിലേക്കുള്ള പോക്കായിരുന്നുവത്. എന്റെ റബ്ബിന്റെ കരുണ എന്നെ കാത്തിരിക്കുന്നു. കതബ അലാ നഫ്സിഹി റഹ്മ, അവസാനം പറഞ്ഞ വാക്ക് അർ-റഹ്മ. അങ്ങനെയാണ് നഫീസ റളിയല്ലാഹു അൻഹ ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത് കണ്ടുകൊണ്ടാണ്, കൊതിച്ചുകൊണ്ടാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെക്കാൻ പോകുമ്പോഴാണ് റുഖഅ, ഒരു കടലാസിന്റെ കഷ്ണം പോലോത്തത്, ഒരു തോൽ കഷ്ണത്തിൽ എഴുതി വെക്കപ്പെട്ട എന്തോ ഒരു കടലാസ് ഖബറിലേക്ക് വരുന്നു. ആ കടലാസ് എടുത്തു നോക്കുമ്പോൾ ഹാദാ ഫിദാഉക മിനന്നാർ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിതനാണെന്ന് അല്ലാഹു അറിയിക്കുന്ന അറിയിപ്പാണത്. ആ കടലാസ് വെച്ചുകൊണ്ടാണ്, തോൽ കഷ്ണം വെച്ചുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഖബർ മൂടി വെക്കുന്നത്. അതിന്റെ അകത്ത് ഖബറിലേക്ക് ആരും കൊണ്ടുവന്നെറിഞ്ഞതല്ല, ഖബർ കുഴിച്ചപ്പോഴേക്കും അവിടെ പ്രത്യക്ഷപ്പെട്ട കടലാസിന്റെ കഷ്ണം ഹാദാ ഫിദാഉക മിനന്നാർ. അതുകൊണ്ട് മുഅ്മിനേ, നമുക്കും ഏതാനും ചില അമലുകൾ വേണം സ്വർഗ്ഗം കടക്കാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير.